ജപ്പാനുമായുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ച് ട്രംപ്. $550 ബില്യൺ വമ്പിച്ച ജപ്പാൻ വ്യാപാര കരാർ ആരംഭിച്ചതായിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപനം നടന്നത്. തന്റെ രാജ്യത്ത് വരാനിരിക്കുന്ന 3 ജാപ്പനീസ് ധനസഹായ പദ്ധതികൾ അനാച്ഛാദനം ചെയ്തു. $36 ബില്യൺ വിലമതിക്കുന്ന ഇവയിൽ ടെക്സാസിലെ ഒരു എണ്ണ കയറ്റുമതി സൗകര്യം, ജോർജിയയിലെ ഒരു നിർണായക ധാതു പ്ലാന്റ്, ഒഹായോയിലെ ഒരു പ്രകൃതിവാതക പവർ പ്ലാന്റ് എന്നിവ ഉൾപ്പെടുന്നു. ജാപ്പനീസ് ഇറക്കുമതികൾക്കുള്ള ട്രംപിന്റെ താരിഫ് 15% കുറച്ച വ്യാപാര കരാറിന്റെ ഭാഗമായി ജപ്പാന്റെ $550 ബില്യൺ നിക്ഷേപ പ്രതിജ്ഞയ്ക്ക് കീഴിലുള്ള ആദ്യ നിക്ഷേപങ്ങളാണ് ഇവയെന്ന് പ്രസിഡന്റിന്റെ പോസ്റ്റ് പറയുന്നുണ്ട്. ജപ്പാനുമായുള്ള ഞങ്ങളുടെ വമ്പൻ വ്യാപാര കരാർ ഇപ്പോൾ ആരംഭിച്ചു. ട്രൂത്ത് സോഷ്യലിലാണ് ഇദ്ദേഹം പോസ്റ്റ് എഴുതിയത്. അമേരിക്കൻ ഐക്യനാടുകളിൽ നിക്ഷേപിക്കാനുള്ള $550 ബില്യൺ പ്രതിജ്ഞാബദ്ധതയ്ക്ക് കീഴിലുള്ള ആദ്യ നിക്ഷേപ സെറ്റുമായി ജപ്പാൻ ഇപ്പോൾ ഔദ്യോഗികവും സാമ്പത്തികവുമായി മുന്നോട്ട് പോവുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇത് അമേരിക്കൻ വ്യാവസായിക അടിത്തറയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചരിത്രപരമായ വ്യാപാര കരാറിന്റെ ഭാഗമാണെന്നും പറഞ്ഞു. ഈ പദ്ധതികളുടെ വ്യാപ്തി വളരെ വലുതാണ്. ഒരു പ്രത്യേക വാക്കില്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. താരിഫ് കരാർ ഉറപ്പിച്ചതിന് തന്റെ വ്യാപാര നയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനം വന്നത്. ഇത് 2 സഖ്യകക്ഷികൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ സൂചനയാണ്. $33 ബില്യൺ വിലമതിക്കുന്ന ഈ പവർ പ്ലാന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദന കേന്ദ്രമായിരിക്കുമെന്നും പ്രതിവർഷം 9.2 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഒഹായോയിലെ എല്ലാ വീടുകൾക്കും വൈദ്യുതി നൽകാൻ ഇത് പര്യാപ്തമാണ്. ജാപ്പനീസ് ടെക് നിക്ഷേപകനായ സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഒരു അനുബന്ധ സ്ഥാപനം നടത്തുന്ന ഈ സൗകര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾക്ക് ഊർജം പകരുന്നതിനായി നിർമ്മിച്ച ഡേറ്റാ സെന്ററുകളിൽ നിന്നുള്ള വൈദ്യുതി ആവശ്യകത അതിവേഗം വളരുന്ന സമയത്ത് ബേസ് റോഡ് പവർ വർദ്ധിപ്പിക്കും. ലക്ഷക്കണക്കിന് മികച്ച അമേരിക്കൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ദേശീയ സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഈ കരാറിനെ തന്റെ സാമ്പത്തിക അജണ്ടയുടെ ഒരു മൂലക്കല്ലായി രൂപപ്പെടുത്തി. അമേരിക്ക വീണ്ടും പണിയുകയാണ്, അമേരിക്ക വീണ്ടും ഉൽപ്പാദിപ്പിക്കുകയാണ്, അമേരിക്ക വീണ്ടും വിജയിക്കുകയാണെന്നും ട്രംപ് എഴുതി. ആഭ്യന്തര ഉൽപാദനം പുനരുജ്ജീവിപ്പിക്കുന്നതിനും വിദേശ ഊർജ്ജ ധാതു വിതരണങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തമായാണ് വൈറ്റ് ഹൗസ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്കും ജപ്പാനും ഇത് വളരെ ആവേശകരവും ചരിത്രപരവുമായ സമയമാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം മുമ്പത്തെ ജപ്പാൻ കരാറിൽ ജപ്പാന്റെ പ്രാരംഭ നിക്ഷേപം തിരിച്ചുപിടിക്കുന്നതുവരെ അത്തരം സംരംഭങ്ങളിൽ നിന്നുള്ള ലാഭം തുല്യമായി പങ്കിടണമായിരുന്നു. അതിനുശേഷം വിഭജനം അമേരിക്കയ്ക്ക് അനുകൂലമായി 90-10 ആയി മാറും. കഴിഞ്ഞയാഴ്ച ലുഡ്നിക്കും ജപ്പാന്റെ സാമ്പത്തിക വ്യാപാര മന്ത്രി റയോസി അകസാവയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.